Hello my dear students, I welcome you all to this channel Learn 24. So നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഹ്യൂമൻ റിപ്രൊഡക്ഷൻ എന്നുള്ള ഈ ചാപ്റ്ററിൻ്റെ ഒരു കംപ്ലീറ്റ് ഓവർവ്യൂ നോക്കിയായിരുന്നല്ലോ. So like I promised on that video, we will be discussing about the wonders of us human body itself. Okay, so ഇന്നത്തെ ഈ ചാപ്റ്ററിൽ we will be learning a lot of new things. Okay, so ആദ്യം തന്നെ നമുക്ക് ഹ്യൂമൻസ് അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് തന്നെ സംസാരിക്കാം. Okay, so when we are talking about humans are viviparous organism. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആയിരിക്കും എന്താണ് ഈ viviparous organism? Okay, so viviparous organisms are the organisms which has the ability to give birth to their young ones. അതായത് നമ്മൾ ഹ്യൂമൻസിന് ഒരു എബിലിറ്റി ഉണ്ട് ടു ഗിവ് റൈസ് ടു അവർ യങ് വൺസ് ഇറ്റ് സെൽഫ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്. ഓക്കെ, സോ ദ ക്വസ്റ്റ്യൻ ഇസ് ഹൗ ദിസ് പ്രോസസ് ഇസ് ഹാപ്പനിങ്. അതിൻ്റെ ആൻസർ ആണ് ത്രൂ സെക്ഷൽ റിപ്രൊഡക്ഷൻ. ഓക്കെ, so when us humans undergo the process of sexual reproduction, we are giving rise to our young ones itself. Okay, so humans ന്റെ കാര്യം പറയുവാണെങ്കിൽ humans are unisexual in nature. Unida means something in one. Okay, humans have male and a female. Okay, so humans ne separate male ഉണ്ട്, അത് കൂടാതെ we have females also. Okay, so when we are talking about each of the sexes ന്റെ കാര്യം പറയുവാണെങ്കിൽ we all have different reproductive structures, that is reproductive organs. When we are talking about male and female, they have different reproductive organs and they have reproductive ducts and they have different accessory structures. Okay, so നമ്മൾ മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും കാര്യം പറയുവാണെങ്കിൽ മെയിൽ ആൻഡ് എ ഫീമെയിൽ ഹാവ് ഡിഫറെൻറ്റ് റിപ്രൊഡക്റ്റീവ് ഓർഗൻസ്, ഡിഫറെൻറ്റ് റിപ്രൊഡക്റ്റീവ് ഡക്ട്സ് ആൻഡ് ഡിഫറെൻറ്റ് ആക്സസറി സ്ട്രക്ചർ ഓൾ ടുഗെദർ. സോ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇത് എല്ലാം, ദാറ്റ് ഈസ് ഓർഗൻസ്, ഡക്ട്സ് ആൻഡ് ആക്സസറി സ്ട്രക്ചർ ഒന്നൊന്നായിട്ടായിരിക്കും ഡിസ്കവർ ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം തന്നെ നമുക്ക് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റമിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്കൊരു ഡയഗ്രാം കാണാൻ പറ്റുന്നുണ്ടല്ലോ. ദാറ്റ് ഈസ് ആർ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇറ്റ് സെൽഫ്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇത് ഈ ഡയഗ്രാം എങ്ങനെയാണ് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നത് അല്ലേ? സോ ദ സിംപ്ലസ്റ്റ് ആൻഡ് ദ ഈസിയസ്റ്റ് ട്രിക്ക് ടു ലേൺ ദിസ് ഡയഗ്രാം ഇസ് ടു സ്റ്റാർട്ട് വെയർ ഓൾ ദ പ്രോസസ് ഇസ് സ്റ്റാർട്ടിങ്. ഓക്കെ, സോ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ദ പ്രോസസ് ഹിയർ ഇസ് സ്റ്റാർട്ടിങ് വിത്ത് ദ ടെസ്റ്റിക്കൽ ഇറ്റ് സെൽഫ്. ഓക്കെ, വിച്ച് ഇസ് ഓവൽ ഇൻ ഷേപ്പ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ടെസ്റ്റിക്കലിനെ കാണാൻ പറ്റും ആൻഡ് ടെസ്റ്റിക്കലിലാണ് നമ്മളുടെ സ്പേംസ് ആർ ബീൻ പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, ഇൻ കേസ് ഓഫ് മെയിൽ സ്പേംസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ടെസ്റ്റിക്കൽ ഇറ്റ് സെൽഫ്. ഓക്കെ, സോ സ്പേമിൻ്റെ ഒരു മൂവ്മെൻറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് പഠിക്കാം ദിസ് സ്ട്രക്ചർ. സോ in the testicle itself, the sperm is being produced and then it will move to the epididymis. Epididymis is basically present on the posterior side of the testicle. Okay, epididymis through poite idoru loop through, that is vasa difference. Ee loop through it will enter into the bladder, adayithu it will loop over the urinary bladder and it will be exposed through seminal vesicle, prostate gland and bulbourethral gland, and it will all converge into a single point, that is urethra, and then it will go externally. Externally പോകുന്നത് is through glans penis. Okay, so glans penis ന് around ഒരു ടിഷ്യൂ ഉണ്ട്, ആ ടിഷ്യൂനെയാണ് നമ്മൾ എറക്ടൈൽ ടിഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനത്തെ ഒരു പ്രോസസ്സ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ട്രക്ചർ വളരെ പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റും. സോ ടെസ്റ്റിക്കലിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ടെസ്റ്റിക്കലിൻ്റെ ഒരു എൻലാർജ്ഡ് വ്യൂയും കൂടിയുണ്ട്. അത് നമ്മൾ ഇച്ചിരിയും കഴിഞ്ഞായിരിക്കും ഒന്ന് ഡിസ്കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ടോക്കിംഗ് അബൌട്ട് ദ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓൾ ടുഗെദർ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് ടെസ്റ്റിസ്, സം ആക്സസറി ഡക്ട്സ്, സം ആക്സസറി ഗ്ലാൻസ് and also external genitalia.
Okay, accessory ducts-ന്റെ കാര്യം പറയുകയാണെങ്കിൽ accessory ducts consist of rete testis, vas efferentia, epididymis, vas deferens and urethra. എനിക്കറിയാം ഇത് കുറേ ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ഡിഫിക്കൾട്ട് ആയിരിക്കുമല്ലോ ഇതെല്ലാം ഒരുമിച്ചൊന്ന് പഠിക്കാൻ. സോ ഒരു ഈസിയസ്റ്റ് വേ മാം പഠിപ്പിച്ചു തരാം. ഓക്കെ, ഈദർ യു ക്യാൻ ജസ്റ്റ് ലേൺ ദി ഫസ്റ്റ് ലെറ്റർ ഓഫ് ഈച്ച് ഓഫ് ദി വേർഡ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് ആർ വി ഇ വി യു, അല്ലെങ്കിൽ ഇങ്ങനെ പഠിക്കുക. ഓർ വേറെ ഒരു മെത്തേഡ് പറയുകയാണെങ്കിൽ make a phrase out of these letters, that is RV is expensive and very unpredictable. Okay, അങ്ങനെ ഒരു ഈസിയസ്റ്റ് മെത്തേഡിൽ തന്നെ നമുക്ക് ഈച്ച് ഓഫ് ദിസ് accessory ducts പഠിച്ചെടുക്കാം. പിന്നെ നമുക്ക് accessory glands-നെ കുറിച്ച് പറയുകയാണെങ്കിൽ accessory glands consist of prostate glands, seminal vesicle, bulbourethral, or we can call it as Copper's gland. Okay, സോ നമുക്ക് ഈ എല്ലാം സിസ്റ്റേഴ്സിനെ ഓരോന്നായിട്ട് കവർ ചെയ്താലോ. സോ ഫസ്റ്റ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ആർ ടെസ്റ്റിസ് ഇറ്റ്സെൽഫ്. ഓക്കെ, സോ ടെസ്റ്റിസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇതിൻ്റെ ഒരു ലൊക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ടെസ്റ്റിസ് ഇസ് ലൊക്കേറ്റഡ് ഓർ സിറ്റുവേറ്റഡ് outside the abdominal cavity within a pouch which is called as a scrotum. Okay, so male reproductive സിസ്റ്റത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ടെസ്റ്റിസ് ഇസ് ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദി അബ്ഡോമിനൽ ക്യാവിറ്റി. അതും ഒരു പൗച്ചിൻ്റെ അകത്ത്. ആ പൗച്ചിനെയാണ് നമ്മൾ സ്ക്രോട്ടം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ആലോചിക്കുമായിരിക്കും, വൈ ഇറ്റ് ഇസ് നോട്ട് പ്രസൻറ്റ് ഇൻസൈഡ് ദി അബ്ഡോമിനൽ ക്യാവിറ്റി ആൻഡ് വൈ ഇസ് ഇറ്റ് പ്രസൻറ്റ് ഔട്ട്സൈഡ് ദി അബ്ഡോമിനൽ ക്യാവിറ്റി. അതിൻ്റെ സിംപ്ലസ്റ്റ് ആൻസർ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞുതരാം. സോ ഒരു എന്താ പറയുന്ന ഒരു ഹെഡ്സപ്പ് ഞാൻ നിങ്ങൾക്ക് പറയാം. സോ ടെസ്റ്റിസ് ഇസ് വെയർ ദ സ്പേംസ് ആർ പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, ടെസ്റ്റിസ് ഇസ് വെയർ ദ സ്പേംസ് ആർ പ്രൊഡ്യൂസ്ഡ്. അപ്പോൾ സ്പേമിൻ്റെ പ്രൊഡക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, സ്പേം പ്രൊഡ്യൂസ് ആകാൻ വേണ്ടിയിട്ട് ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ദേ റിക്വയർ. ഓക്കെ, സോ ആ ടെമ്പറേച്ചർ ഇല്ലെങ്കിൽ ഇത് അവരുടെ പ്രൊഡക്ഷൻ തന്നെ നടക്കൂല. ഓക്കെ, സോ ഇഫ് ഈ ടെസ്റ്റിസ് where the sperms are produced is present inside the body, സോ അവിടെ എന്താ പറയുന്നത്, ഇൻറ്റേർണൽ ബോഡി ടെമ്പറേച്ചർ അല്ലേ അപ്ലൈഡ് ആവുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ ബോഡി ടെമ്പറേച്ചറിൽ സ്പേമിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല, ഓർ സ്പേമിന് പ്രൊഡ്യൂസേ ചെയ്യാൻ പറ്റില്ല. സർവൈവ് സ്പേമിന് പ്രൊഡ്യൂസ് തന്നെ ചെയ്യാൻ പറ്റില്ല ഇൻസൈഡ് ദി ഇൻറ്റേർണൽ ബോഡി ടെമ്പറേച്ചർ. അത് കാരണമാണ് ഇറ്റ് ഈസ് പ്രസൻറ്റ് ഔട്ട്സൈഡ് ദി അബ്ഡോമിനൽ ക്യാവിറ്റി. വൈ? ദാറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് ഹാസ് ടു മെയിൻറ്റെയിൻ എ ലോ ടെമ്പറേച്ചർ. ഓക്കെ, സോ ഒരു ലോ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദിസ് pouch which contains the testis is present outside, and that temperature is to maintain 2 to 2.5 degrees Celsius. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ എന്തിനാണ് ഈ ഒരു പൗച്ച് ഉണ്ടാവുന്നത്. ദാറ്റ് ഈസ് ദ സ്ട്രക്ചർ ഓഫ് സ്ക്രോട്ടം. വൈ ഈസ് ദാറ്റ് ഇമ്പോർട്ടൻ്റ് എന്ന്. അപ്പോൾ ഒരു വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇറ്റ് മൈറ്റ് കം ഫോർ ദ എക്സാം ഓൾസോ. അപ്പോൾ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, സോ ലെറ്റ്സ് ജസ്റ്റ് ഡിസ്കവർ മോർ അബൌട്ട് ടെസ്റ്റിസ്. ഓക്കെ, സോ ടെസ്റ്റിസിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ ടെസ്റ്റിസിൻ്റെ ഒരു എക്സ്റ്റേണൽ സ്ട്രക്ചറിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ഈച്ച് ഓഫ് ദിസ് ടെസ്റ്റിസ് ഇസ് ഓവൽ ഇൻ ഷേപ്പ്. Okay, first of all we have two testes. Okay, so there is a pair of testes. Okay, so each of these testes is oval in shape, and the length inde kurichu parayanengil they are 4 to 5 cm, width inde kurichu parayanengil they are 2 to 3 cm. പിന്നെ ഈ ടെസ്റ്റിസിൻ്റെ ഒരു ഔട്ടർ മോസ്റ്റ് ലെയർ, വെളിയിലത്തെ ഒരു ലെയറിൻ്റെ ഒരു കാര്യം പറയുവാണെങ്കിൽ, ദി ഔട്ടർ മോസ്റ്റ് ലെയർ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് എ ഫൈബ്രസ് മെംബ്രെയിൻ വിച്ച് ഇസ് കോൾഡ് ആസ് ട്യൂണിക്ക ആൽബ്യൂജീനിയ. ഓക്കെ, സോ ടെസ്റ്റിസിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ അതൊരു ഫൈബ്രസ് മെംബ്രെയിനിലാണ് ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ്, ആൻഡ് അതിനെയാണ് നമ്മൾ ട്യൂണിക്ക ആൽബ്യൂജീനിയ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈച്ച് ഓഫ് ദ ടെസ്റ്റിസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഈച്ച് ഓഫ് ദ ടെസ്റ്റിസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 250 കമ്പാർട്ട്മെൻറ്റ്സ്. ആ 250 കമ്പാർട്ട്മെൻറ്റ്സിനെയാണ് നമ്മൾ ടെസ്റ്റിക്കുലർ ലൂബ്യൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈച്ച് ഓഫ് ദ ടെസ്റ്റിസ് കൺസിസ്റ്റ് ഓഫ് 250 കമ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ദേ ആർ കോൾഡ് ആസ് ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ്. ഓക്കെ, ഇനി ഈ ലോബ്യൂൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ദിസ് ലോബ്യൂൾ അഗൈൻ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 1 to 3 കോയിൽ, സെമിനിഫറസ് ട്യൂബ്യൂൾ. അതുകൂടാതെ ഇവിടെ കുറച്ച് ബ്ലഡ് വെസൽസും ഉണ്ടാകും,
and there will be a presence of some nerves also. Okay, so lobule, it consists of 1 to 3 coiled seminiferous tubule, some blood vessels and nerves may be present. ഇതെല്ലാം ഒരു ലൂസ് കണക്റ്റീവ് ടിഷ്യൂടെ അകത്തായിരിക്കും പ്രസൻറ്റ് ആകുന്നത്. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി ലാസ്റ്റിൽ എന്താ പഠിച്ചേ? ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ എ സെമിനിഫെറസ് ട്യൂബ്യൂൾ. സെമിനിഫെറസ് ട്യൂബ്യൂളുടെ കാര്യം പറയുവാണെങ്കിൽ, ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് ദ സെമിനിഫെറസ് ട്യൂബ്യൂൾ ഇറ്റ്സെൽഫ്, ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. അതെന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് ഡിസ്കവർ ചെയ്യാം. സോ സെമിനിഫെറസ് ട്യൂബ്യൂൾ എന്നുള്ള ഈ സ്ട്രക്ചറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, ദിസ് ഈസ് ദ പ്ലേസ് വേർ ദ സ്പേംസ് ആർ പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, സെമിനിഫെറസ് ട്യൂബ്യൂൾ എന്നുള്ള ഈ സ്ട്രക്ചറിൻ്റെ അകത്താണ് ശരിക്കും സ്പേംസ് പ്രൊഡ്യൂസ് ആകുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എ സ്ട്രക്ചറലി ആൻഡ് എ ഫങ്ഷണലി യൂണിറ്റ് ഓഫ് ആർ ടെസ്റ്റിസ് ഇൻ വിച്ച് ദ സ്പേംസ് ആർ ബീങ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സെമിനിഫെറസ് ട്യൂബ്യൂൾസിൻ്റെ സ്ട്രക്ചറിൻ്റെ അകത്ത് എന്തൊക്കെയാണ് പ്രസൻറ്റ് ആകുന്നതെന്ന് പഠിക്കാം. സോ consider it as a tubule. Okay, so inside this tubule, inside the seminiferous tubule, it has two types of cell. Seminiferous tubule agathe രണ്ട് type of cell present ആണ്. ആദ്യത്തെ type ആണ് male germ cell and the second type is Sertoli cell. Male germ cell നമ്മൾ spermatogonia എന്ന് പറയും, and Sertoli cell നമ്മൾ supporting cells എന്നും പറയും. ഇനി ഈ മെയിൽ ജേം സെല്ലിൻ്റെയും സെർട്ടോളി സെൽസിൻ്റെ ഫങ്ഷൻ എന്താ പറയുന്നത് ഈ സെമിനിഫെറസ് ട്യൂബ്യൂളിൽ നിന്ന് നമുക്ക് നെക്സ്റ്റ് പഠിക്കാം. ഓക്കെ, ടോക്കിംഗ് അബൌട്ട് ദ ഫങ്ഷൻ ഓഫ് മെയിൽ ജേം സെൽ, ഈ പെർട്ടിക്യുലർ സെല്ലുണ്ടല്ലോ, ദിസ് മെയിൽ ജേം സെൽ വിൽ അണ്ടർഗോ ദ മിയോട്ടിക് ഡിവിഷൻ ആൻഡ് ഇറ്റ് വിൽ ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് സ്പേം ഇറ്റ്സെൽഫ്. ഓക്കെ, ഈ ജേം സെൽ മിയോട്ടിക് ഡിവിഷൻ അണ്ടർഗോ ചെയ്തിട്ടാണ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ സെർട്ടോളി സെല്ലിൻ്റെ ഫങ്ഷൻ എന്താ? സെർട്ടോളി സെല്ലിൻ്റെ ഫങ്ഷൻ വേറെ ഒന്നുമല്ല, ഇറ്റ് ഈസ് ബേസിക്കലി പ്രൊവൈഡിങ് ന്യൂട്രീഷൻ ടു ദ ജേം സെൽ ഇറ്റ്സെൽഫ്. ഓക്കെ, ദ സെർട്ടോളി സെല്ലിൻ്റെ ഫങ്ഷൻ ഈസ് ടു പ്രൊവൈഡ് ന്യൂട്രീഷൻ ടു ദിസ് ജേം സെൽ. ഇനി ഞാനൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം പറയാം. ഈ സെർട്ടോളി സെല്ലിനെ ഉണ്ടല്ലോ നമുക്ക് നേഴ്സ് സെൽ എന്നും പറയാൻ പറ്റും. ഇനി നിങ്ങൾ ആലോചിക്കുമായിരിക്കും എന്തിനാ നമ്മൾക്ക് ഇതിന് നേഴ്സ് സെൽ എന്നും പറയാൻ പറ്റുന്നത്. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ നേഴ്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, നേഴ്സിൻ്റെ ഫങ്ഷൻ എന്താ അവിടെ? വാട്ട് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് എ നേഴ്സ് ഇൻ എ ഹോസ്പിറ്റൽ? നേഴ്സ് അവിടെ വരുന്ന പേഷ്യൻസിന് അതെന്താ പ്രോപ്പർ ന്യൂട്രീഷൻ കൊടുക്കും, അവരുടെ പ്രോപ്പർ കെയർ കൊടുക്കും, അല്ലേ? സോ അങ്ങനത്തെ ഒരു ഫങ്ഷൻ തന്നെയല്ലേ ഈ സെർട്ടോളി സെൽ ചേരുന്നത് ഇൻ കേസ് ഓഫ് മെയിൽ ജേം സെൽ. It is providing nutrition to the germ cell itself. Okay, so അത് കാരണം നമുക്ക് സെർട്ടോളി സെല്ലിനെ നേഴ്സ് സെൽ എന്നും പറയാൻ പറ്റും. Okay, so these are some of the functions of all of this cell, that is the male germ cell and the Sertoli cell which is present inside the seminiferous tubule. അപ്പോൾ നമ്മൾ ഓൾറെഡി എന്താ സെർട്ടോളി സെല്ലും എന്താ പറയുന്നത് സ്പെർമാറ്റോഗോണിയത്തിനെ കുറിച്ച് പഠിച്ചല്ലോ. So you can see here, this is a sectional view of seminiferous tubule. ഇതൊരു സെക്ഷണൽ വ്യൂ ആണ് സെമിനിഫെറസ് ട്യൂബ്യൂളിൽ. ഇതിൽ നമുക്ക് സെർട്ടോളി സെല്ലിനെയും കാണാൻ പറ്റും. Here this structure is called as Sertoli cell which is providing nutrition to the male germ cell, and this is called as spermatogonium. Okay, spermatogonium ഒരു സിംഗുലർ ആണ് സ്പെർമാറ്റോഗോണിയത്തിൻ്റെ. Okay, so this is the spermatogonium. Okay, so ഇതാണ് ഒരു സെക്ഷണൽ വ്യൂ ഓഫ് സെമിനിഫെറസ് ട്യൂബ്യൂൾ. അപ്പോൾ നമ്മൾ അകത്തിൻ്റെ കുറിച്ച് പഠിച്ചല്ലോ, ദാറ്റ് ഇസ് വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് അബൌട്ട് ദ ഇൻസൈഡ് പാർട്ട് ഓഫ് സെമിനിഫെറസ് ട്യൂബ്യൂൾ. സെമിനിഫെറസ് ട്യൂബ്യൂളിൻ്റെ അകത്ത് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് സെമിനിഫെറസ് ട്യൂബ്യൂളിൻ്റെ വെളിയിൽ എന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് ഡിസ്കവർ ചെയ്യാം. ദാറ്റ് ഈസ് interstitial Leydig cell. Okay, so talking about the region outside the seminiferous tubule, seminiferous tubule വെളിയിലത്തെ റീജിയൻ്റെ കുറിച്ച് പറയുവാണെങ്കിൽ, each of this tubule which is the outside part of this particular tubule is called as the interstitial space. Okay, so seminiferous tubule outside region കാര്യം പറയുവാണെങ്കിൽ, this region is called as interstitial space and it contains small blood vessels and interstitial cells
അല്ലെങ്കിൽ നമുക്കിതിനെ ലേഡിക് സെൽസ് എന്നും പറയാം. ഓക്കെ, സോ സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ വെളിയിലത്തെ റീജിയൻ്റെ കാര്യം പറയുവാണെങ്കിൽ ആ റീജിയനെയാണ് ഇൻറ്റർസ്റ്റിഷ്യൽ സ്പേസ് എന്ന് പറയുന്നത്. ആൻഡ് ആ റീജിയനിൽ ബ്ലഡ് വെസൽസും അതുകൂടാതെ ഇൻറ്റർസ്റ്റിഷ്യൽ സെൽ ഓർ ലേഡിക് സെല്ലാണ് പ്രസൻറ്റ് ആകുന്നത്. ഇനി നിങ്ങൾ ആലോചിക്കുമായിരിക്കും ഇതിൻ്റെ ഫങ്ഷൻ എന്താ, ഇത് ഏത് സെല്ലാണെന്ന് അല്ലേ? സോ ടോക്കിംഗ് അബൌട്ട് ദിസ് ഇൻറ്റർസ്റ്റിഷ്യൽ സെൽ ഓർ ലേഡിക് സെൽ, they basically synthesize and secrete the testicular hormones which is called as androgens. Okay, so നമ്മുടെ ലേഡിക് അല്ലെങ്കിൽ ഇൻറ്റർസ്റ്റിഷ്യൽ സെല്ലാണ് സിന്തസൈസും സെക്രീറ്റ് ചെയ്യുന്നത് ടെസ്റ്റിക്കുലർ ഹോർമോണിനെ. ആ ടെസ്റ്റിക്കുലർ ഹോർമോണിനെ നമ്മൾ ആൻഡ്രോജൻസ് എന്ന് പറയും. അതുകൂടാതെ they will also secrete immunologically competent cells. ഇനി നിങ്ങൾ ആലോചിക്കുമായിരിക്കും ഈ ടെസ്റ്റിക്കുലർ ഹോർമോൺ അല്ലെങ്കിൽ ഈ ആൻഡ്രോജൻ്റെ ഫങ്ഷൻ എന്താണ്. അത് നമ്മൾ നമ്മുടെ കമ്മിങ് വീഡിയോസിലായിരിക്കും ഡിസ്കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ആ ആൻസർ നമ്മൾ അവിടെ കണ്ടുപിടിക്കും. ഓക്കെ, സോ ഇതുവരെ നമ്മൾ നമ്മളുടെ ഒരു മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് കുറേ കാര്യങ്ങളും പഠിക്കാനുണ്ട്. സോ ഐ വിൽ ബി സീയിങ് യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ വേർ വിൽ ബി ടോക്കിംഗ് more about male reproductive system. So until then, bye bye and take care.